ഹായ് ഗൈസ്, പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു വണ്ടി എടുക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മളൊരു പുത്തൻ വണ്ടി എടുക്കാൻ പോകും. നമുക്ക് ഒരു വണ്ടി സ്വന്തമായിട്ടില്ല, അതുകൊണ്ട് നമ്മൾക്കൊരു പുത്തൻ വണ്ടി എടുക്കണം ഗൈസ്. നമ്മളിവിടെ വന്നപ്പോൾ തൊട്ട് ഭയങ്കര ഒടുക്കത്തെ മഴയാട്ടോ. നമ്മൾ വീടിന് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒട്ടും മഴയില്ലായിരുന്നു. നമ്മളങ്ങോട്ട് വെളിയിറങ്ങിയപ്പോഴത്തേക്ക് ഒടുക്കത്തെ മഴയാണ് ഗൈസ്. നമ്മുടെ കൂട്ടുകാരനാണ് അവിടെ കൊണ്ട് വിടുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടിന് മുമ്പ് നിൽക്കുക. ഇനിയിപ്പോൾ കുറേ ദൂരമുണ്ട്. നമ്മൾ ഈ കേരളത്തിലൊന്നും അല്ല വണ്ടി എടുക്കാൻ പോകുന്നത്, വേറെ സ്ഥലത്താണ് ഗൈസ്. നമ്മൾ കുറേ ദൂരം കഴിഞ്ഞ് ഇങ്ങ് എത്തിയായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ കണ്ടതൊരു നെക്സോണും ബെൻസാണെന്ന് തോന്നുന്നു. ബെൻസും കൂടെ ഒരു ഇടിച്ച് നല്ലൊരു ഇടിയായിരുന്നു. ഈ വണ്ടിയാണെങ്കിൽ ഇവിടെ ഇൻഡിക്കേറ്റർ ഇട്ട് കിടക്കുകയാണ്. റോഡ് ഫുള്ളങ്ങ് ബ്ലോക്കായി ഗൈസ്. നമ്മൾ വണ്ടി എടുക്കാൻ വന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ. നമ്മൾ ഗ്യാരേജിന് മുമ്പിലാണ് നിൽക്കുന്നത് ഗൈസ്. ഇവിടെ ഫ്രണ്ടിലൊന്ന് തട്ടുകടയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ വണ്ടി ഇതാണ്, അടിപൊളി വണ്ടിയാണ്. നമ്മൾ വന്നപ്പോൾ ഇവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ വണ്ടിയാണ് എടുക്കുന്നത്. ഇതിൻ്റെ ലുക്ക് വേറെ സാധനമാണ്. നമ്മുടെ ടയോട്ടയുടെ LC ആണ് എടുത്തിരിക്കുന്നത്, ലാൻഡ് ക്രൂസർ. ഇതിൻ്റെ ഒരു ലുക്ക് വേറെ ഗൈസ്. ഇതാണ് ഗൈസ്. നമ്മളിവിടെ വന്നപ്പോൾ ഇന്നോവ ക്രിസ്റ്റ ഇങ്ങനെയുള്ള പഴയ സെഗ്മെൻറ്റിലുള്ള വണ്ടികളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ അതെല്ലാം വിറ്റുപോയി. നമുക്കിഷ്ടപ്പെട്ട വണ്ടി നമ്മളിങ്ങനെ എടുത്തായിരുന്നു ഗൈസ്. നമുക്കിനി കുറച്ച് പേപ്പറൊക്കെ കിട്ടാനുണ്ട്. അത് കിട്ടിയിട്ട് നമുക്കിനി പോകാൻ പറ്റൂ ഗൈസ്. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് ഗൈസ്. നമുക്കങ്ങനെ ആ പേപ്പറെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കിനി അങ്ങ് പോയേക്കാം. ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. നമുക്ക് പോയേക്കാം. ആ ചേച്ചി വരുന്നതിൻ്റെ മുമ്പ് പെട്ടെന്ന് വണ്ടി എടുത്ത് അങ്ങ് പോയേക്കാം. ഇങ്ങോട്ടാന്ന് തോന്നുന്നു ഗൈസ്. അവിടെ ഒരു വണ്ടി എടുക്കുന്നില്ലേ ഗൈസ്. അതിൻ്റെ കൂടെ വന്നൊരു ആംബുലൻസും കൂടെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഈ ഗൈസ് ഇതിന് നല്ല സ്പീഡുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ 120 കയറി. 120 കഴിഞ്ഞെന്ന് പറയാം ഗൈസ്. നമുക്കൊന്ന് വഴി എത്തിപ്പോയായിരുന്നു. നമ്മൾ തിരിച്ചായിരുന്നു പോകേണ്ടത്. നമ്മൾ ആ വഴി കൂടെ അങ്ങ് പോയി. നമുക്ക് ഈ വഴിയൊന്നും അറിയാത്തതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല ഗൈസ്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഗൈസ്. പോലീസും ഗൈസ് ഇവരൊന്നും വലിയ വിഷയമൊന്നും ഇല്ലാത്ത ഇപ്പോൾ ഇടിച്ചാന് ഗൈസ്. ഇതിന് കൺട്രോൾ കുറച്ച് കുറവാട്ടോ. എന്തൊരു പാടാന്ന്. എന്നാലും കുഴപ്പമില്ല. വളവ് വരുന്നെന്തോ. വളവ് ചെറിയൊരു വളവാണ്. പിന്നെ നമ്മൾ പോയാണ്ട് പിന്നെ വളത്തൊക്കെ എടുത്തോളൂ എത്ര പറപ്പിച്ച് വന്നാലും ഗൈസ്. ഇന്ന് റോഡിൽ കുറച്ച് തിരക്ക് കുറവാണെന്നൊരു സംശയം. തിരക്ക് കുറവാണെങ്കിൽ നമുക്ക് പറപ്പിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ തന്നെ എവിടെയെങ്കിലും ഇടിക്കായിരുന്നു ഗൈസ്. നമ്മൾ കുറേ ദൂരം വന്ന് ഇവിടെ ഒരു പാലം കഴിഞ്ഞായിരുന്നു. സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇത് വേറെ ഏതോ സ്ഥലത്താണ്, കേരളത്തിലാണെന്നാ തോന്നുന്നത്. എനിക്കറിയത്തില്ല. വേറൊരു പോലീസ് തോന്നുന്നു. പോലീസ് പെട്രോളിന് ഇറങ്ങിയതായിരിക്കും. പെട്രോളിങ് ഇറങ്ങിയതായിരിക്കും. നമ്മളിനി കുറേ ദൂരം പോകാനുണ്ട്. ഓട്ടോക്കാരൻ മണ്ടൊക്കെ ഇല്ല ഗൈസ്. ഇത് നമ്മൾ വളയ്ക്കുന്നിടത്തല്ല നല്ലപോലെ അങ്ങ് വളഞ്ഞു പോകും. നല്ലപോലെ അങ്ങ് വളഞ്ഞങ്ങ് പോകും. എങ്ങോട്ടാണ് പോകുന്നതെന്ന് തന്നെ അതിന് തന്നെ അറിയത്തില്ല ഗൈസ്. അവിടെ ലോറി ഉണ്ടല്ലോ. അതിന് വട്ടം വയ്ക്കുമോ ഗൈസ്? വട്ടം വെച്ചില്ല. സാധാരണ എല്ലാ വണ്ടിയും നമ്മുടെ മുമ്പിൽ വട്ടം വെക്കുന്നത് ഗൈസ്. നമ്മുടെ ബസ്സാണെങ്കിൽ ഒരു ലോങ് ഓട്ടം പോയേക്കും കേട്ടോ. നമുക്ക് അവിടെ ചെന്നിട്ട് ഗൈസ് നമ്മൾ ആ വീടിൻ്റെ അടുത്ത് എത്തിയായിരുന്നു. നമുക്കിവിടെ ബസ് സ്റ്റാൻഡിൽ കയറും. നമ്മുടെ ബസ് വന്നു നോക്കണമായിരുന്നു ഗൈസ്. ഇവിടെ ബസ് വന്നായിരുന്നു എന്നൊരു സംശയം ഗൈസ്. നമ്മുടെ ബസ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം കൂടെ എടുക്കുമായിരിക്കും. ഇപ്പോൾ വരുമെന്നായിരുന്നു ഡ്രൈവർ വിളിച്ചപ്പോൾ പറഞ്ഞത്. അവരിവിടെ അടുത്ത് ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോകാമെന്നാണ് വിചാരിച്ചത്. നമ്മുടെ വീടിന് തൊട്ടപ്പുറത്തുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല ഗൈസ്. നമ്മുടെ വീടിന് മുമ്പ് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് വീടിൻ്റെ അകത്ത് കയറ്റി ഈ ചെറിയ ഇടയിൽ കൂടെ അങ്ങ് കയറ്റിയിട്ടാൽ ബസ് എന്തായാലും കയറത്തില്ല. കാറ് കയറ്റി നോക്കിയാലേ കയറ്റണം. പുത്തൻ വണ്ടിയാ, എന്നാലും അത് കയറ്റി നോക്കാം. പാമതിൽ ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിക്ക് ടയറിൻ്റെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് അതൊന്ന് ചെറുതായിട്ട് വളയും, ഫുള്ളങ്ങ് വളയും ഗൈസ്. നമ്മളവിടെ കയറ്റാനൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ കയറത്തില്ല. നമ്മൾ വണ്ടി
ഇടാൻ പോകുന്നത് തൊട്ടപ്പുറത്തൊരു സ്ഥലമുണ്ട്. അവിടെ ഷെഡൊക്കെ ഉണ്ട്. മഴയൊക്കെ പെയ്യുമല്ലേ, എന്തായാലും മഴ തന്നെയുള്ള വണ്ടി, എന്നാലും കുഴപ്പമില്ല. ഈ ഷെഡിനകത്തോട്ട് നമുക്ക് കയറ്റിയിടാം. ഗൈസ് ഇനി വളവ് കുറച്ച് കൂടുതൽ കേട്ടോ. ഇപ്പം സെറ്റായി. ഗൈസ് മഴയിൽ നിന്ന് കേട്ടാ, നല്ല കാര്യം. നമ്മൾ എവിടെ പോയാലും അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും മഴ മഴ മഴ, എന്തൊരു മഴയത് ഗൈസ്. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.